നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി ചിത്രം വാർ 2 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ വളരെ ചെറിയ രീതിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. വാർ 2 എന്ന് പറയുന്ന സിനിമ ഒരു വലിയൊരു ഹിറ്റായിട്ടുള്ള വാർ എന്ന് പറയുന്ന സിനിമയുടെ ഋതിക് റോഷന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള വാർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യ സിനിമയിൽ വില്ലൻ കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് ടൈഗർ ഷ്രോഫ് ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ജൂനിയർ NTR ആണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വലിയ സ്വീകാര്യത, പ്രത്യേകിച്ച് തെലുങ്കിൽ നിന്നൊക്കെ വലിയ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂ ഇന്നലെയാണ് സിനിമ പുറത്തു വന്നത്. സിനിമയുടെ റിവ്യൂ ഒറ്റ വരിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ കഥയോ ബാക്കി കാര്യങ്ങളോ ഉള്ള സിനിമയായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സാധാരണ ഈ സ്പൈ ത്രില്ലർ സിനിമകളിലൊക്കെ കാണുന്ന സെയിം സാധനം തന്നെയാണ്. ഒരു ലോജിക്കും ഇല്ലാതെ കുറെ സംഭവങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഹിന്ദി സിനിമകളിൽ സ്ഥിരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അവിടുത്തെ വലിയ ഹിറ്റ് സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന രീതിയിലുള്ള കത്തി ഫൈറ്റുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പല സിനിമകളിലും നമ്മൾ പണ്ട് മുടങ്ങി ഹിന്ദിയിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് മുകളിലൂടെ കാർ ഓടിക്കുക, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്നതാണ്. അതൊക്കെ ഇതിനകത്തുണ്ട് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയിനിന്റെ മുകളിൽ കിടന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഒരു വള്ളിയൊക്കെ മേത്ത് വലിച്ചു കെട്ടിയതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ ലോജിക്ക് ഇല്ലായ്മയുടെ ലോജിക്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതല്ലാതെ ആ ഒരു ഫൈറ്റൊക്കെ എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ചേസിംഗ് രംഗം ഉണ്ട്, ഒരു ഒന്നൊന്നര ഐറ്റമാണ് ആ ചേസിംഗ് രംഗം. അതുപോലെ തന്നെ ഫൈനൽ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫൈറ്റ് രംഗങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും കൊണ്ടും, പിന്നെ ഋതിക് റോഷന്റെയും NTRന്റെ ഒരു ഡാൻസ് പാട്ടുണ്ട്, ഒരു ഒന്നൊന്നര ഡാൻസ് പാട്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് അട്ടിച്ച് പൊളിച്ച് നല്ല മൂഡിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഹിന്ദി മസാല സിനിമ. ഒരു ഋതിക് റോഷൻ അഴിഞ്ഞാട്ടം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിളിക്കാവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. അതിനപ്പുറമായിട്ട് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാതെ ടിക്കറ്റ് എടുത്ത് പോയി കാണാവുന്ന ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലോജിക്ക് നോക്കിയിട്ടാണോ? അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്ഷൻ സിനിമകളൊക്കെ കാണുമ്പോൾ ലോജിക്ക് കാണുന്ന മലയാളിക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. എന്തെന്നാലും ഹിന്ദിയിൽ വലിയ പോസിറ്റീവ് റെസ്പോൺസും വലിയ ഹിറ്റിലേക്കുമാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. NTRനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു. നല്ല അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഋതിക് റോഷൻ ഓൾവേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ആദ്യ സിനിമ തൊട്ട് തന്നെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നടനാണ്. അദ്ദേഹത്തിനും അഭിനയിക്കാനായിട്ടുള്ള സാധ്യതകൾ, അതായത് മറ്റേ ഈ മാസ് കാണിക്കുക അല്ലെങ്കിൽ ഷോ കാണിക്കുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അഭിനയിക്കാനുള്ള സാധ്യതകളും ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അതും നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമോഷണലി കുറച്ചുകൂടി ഇപ്പൊ നമ്മള് രജനീകാന്തിന്റെ പടമൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഇമോഷണലായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സിനിമയിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് ഈ സിനിമ ഇരുന്ന് കാണാൻ സാധിക്കും. എന്നെ സംബന്ധിച്ച് ഒരു വാച്ചബിൾ ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റാർ ധൈര്യമായിട്ട് കൊടുക്കാം. അതായത് പൈസ വസൂൽ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു എന്റർടൈനർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.